നമസ്കാരം. വെൽക്കം ടു കുസ്റ്റഡി ടോക്ക്. ദിസ് ഈസ് മീ ഗായത്രി. പലപ്പോഴും പേരൻസ് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം, എങ്ങനെ ഒരു കാര്യം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, അവർക്ക് എങ്ങനെ കോൺസെപ്റ്റ് ട്രെയിൻ ചെയ്യാം എന്നുള്ളത്. ഇന്നത്തെ ടോപ്പിക് നമുക്ക് അതിനെക്കുറിച്ചാണ്. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം. ഡിസ്ക്രീറ്റ് ട്രയൽ ലേണിംഗ് അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞാൽ ട്രയൽ ലേണിംഗ്. ഇത് ബിഹേവിയർ മോഡിഫിക്കേഷന്റെ വൺ ഓഫ് ദ മെത്തേഡ് ആണ്. കുട്ടികളെ സിമ്പിളായി സ്ട്രക്ചേർഡായി പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഡിസ്ക്രീറ്റ് ട്രയൽ ലേണിംഗ്. ഒരു കോൺസെപ്റ്റിനെ വളരെ സിമ്പിൾ ഫോമായി സ്റ്റെപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡാണ് ട്രയൽ ലേണിംഗ്. ഓട്ടിസം, മെന്റൽ റിട്ടാർഡേഷൻ എന്നിങ്ങനെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവത്തെ മുഴുവനായി പഠിപ്പിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഓരോ സ്റ്റെപ്പായി പഠിപ്പിക്കുന്നതാണ് അവർക്ക് ഏറ്റവും എളുപ്പം. അവർക്ക് മനസ്സിലാക്കാനും അത് അനലൈസ് ചെയ്യാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും ഏറ്റവും എളുപ്പമുള്ളത് ഈ ട്രയൽ ലേണിംഗിലൂടെയാണ്. ഒരു ഉദാഹരണത്തോടുകൂടി ഈ ട്രയൽ ലേണിംഗ് എങ്ങനെ നമുക്ക് കുട്ടികളിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ബേസിക് കോൺസെപ്റ്റ്സ് ആയ കളേഴ്സോ നമ്പേഴ്സോ ഷേപ്സോ പിക്ചർ കാർഡ്സ് ഐഡന്റിഫൈ ചെയ്യാനോ ഇല്ല കോമൺ ഒബ്ജക്ട്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒക്കെ നമുക്ക് ഈ ട്രയൽ ലേണിംഗിലൂടെ സാധിക്കും. ഇവിടെ ഉദാഹരണമായി നമുക്ക് സർക്കിൾ ആൻഡ് സ്ക്വയർ എന്ന കോൺസെപ്റ്റ് എടുക്കാം. ഈ ട്രയൽ ലേണിംഗിൽ നമ്മൾ 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ദ വേ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. രണ്ടാമത്, ദ വേ വി പ്രോംപ്റ്റ്. മൂന്നാമതായി, കുട്ടികൾ നമുക്ക് നൽകുന്ന റെസ്പോൺസസ്. നാലാമത്, നമ്മൾ കുട്ടികൾക്ക് തിരിച്ചു നൽകുന്ന റെസ്പോൺസ്. അഞ്ചാമത്, ഓരോ ട്രയലിനും ഇടയ്ക്കുള്ള ഇന്റർവെൽ. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായി നോക്കേണ്ടത്. ആദ്യത്തേത് ഇൻസ്ട്രക്ഷൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡ് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, പോയിന്റ് ടു സർക്കിൾ അല്ലെങ്കിൽ ചൂസ് സർക്കിൾ. ഏതെങ്കിലും ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ ചൂസ് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം. രണ്ടാമതായി, പ്രോംപ്റ്റിംഗ്. കുട്ടികൾക്ക് ശരിയായ ഉത്തരം പറയാനുള്ള എല്ലാ സഹായവും പ്രോംപ്റ്റിംഗിൽ പെടും. ഉദാഹരണത്തിന്, നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചൂസ് സർക്കിൾ, കുട്ടികൾക്ക് ആ കോൺസെപ്റ്റ് അറിയുന്നുണ്ടാവില്ല. സോ വി പോയിന്റ് ടു ദ സർക്കിൾ ആൻഡ് സേ ദിസ് ഇസ് സർക്കിൾ. സോ ഇവിടെ നമ്മൾ നൽകുന്ന സഹായം പ്രോംപ്റ്റിംഗിൽ വരും. പ്രോംപ്റ്റിംഗ് പലതരത്തിലുണ്ട്. ഫിസിക്കൽ പ്രോംപ്റ്റിംഗ്, വെർബൽ പ്രോംപ്റ്റിംഗ് ആൻഡ് ക്യൂയിങ് എല്ലാം പ്രോംപ്റ്റിംഗിൽ വരുന്ന, എല്ലാം സഹായിക്കുന്ന ഓരോ രീതികളാണ്. കുട്ടികൾക്ക് ഉത്തരം അറിയില്ല എന്ന സ്ഥിതിക്ക് നമ്മൾ ആ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ ഉത്തരത്തെ കാണിച്ചു കൊടുക്കുന്നു. സോ ദിസ് ഇസ് ദ വേ വി പ്രോംപ്റ്റ്. കുട്ടികൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് അത് പഠിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രോംപ്റ്റിംഗിന്റെ ലെവൽ നമ്മൾ കുറയ്ക്കും. പ്രോംപ്റ്റിംഗിന്റെ പല രീതികളെ കുറിച്ച് നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മൂന്നാമതായി വരുന്ന മെയിൻ തിങ് ഇസ് റെസ്പോൺസ്. കുട്ടികൾ എങ്ങനെ നമ്മുടെ ചോദ്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നു, അവർക്ക് നമ്മളുടെ ചോദ്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. എത്ര പ്രാവശ്യം കുട്ടികൾ നമുക്ക് നൽകുന്നത് കറക്റ്റ് റെസ്പോൺസ് ആണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. നാലാമതായി കോൺസിക്വൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോൺസിക്വൻസസ്. അതാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ്. ഒരു പ്രാവശ്യം കുട്ടി നമ്മൾക്ക് കറക്റ്റ് ഉത്തരം നൽകുമ്പോൾ വി റീഇൻഫോഴ്സ് ദം. നമ്മൾ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞൊരു ടോക്കൺ കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു കഷ്ണം ചോക്ലേറ്റ് കൊടുക്കുക, കുക്കി കൊടുക്കുക. വി പോസിറ്റീവ്ലി റീഇൻഫോഴ്സ് ദം. റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായി വരുന്നത് നോൺ കറക്റ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ റോങ് ആൻസേഴ്സ് വരുമ്പോൾ അവിടെ എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, തെറ്റായ ആൻസർ വന്നാൽ എന്ത് ചെയ്യണം? നോ പറയണോ? ഇല്ല, ഇത് തെറ്റാണെന്ന് പറയണോ? ഒരിക്കലും അല്ല. പലപ്പോഴും പേരൻസിനും ടീച്ചേഴ്സിനും ഉണ്ടാവുന്ന മിസ്റ്റേക്ക് അവിടെയാണ്. തെറ്റായ ഒരു ഉത്തരം നൽകുമ്പോൾ നമ്മൾ നോ എന്നോ ഇല്ലെങ്കിൽ അത് ശരിയല്ല എന്നോ ഉറച്ച ശബ്ദത്തിൽ കുട്ടികൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നു. അതിനു പകരം നമ്മൾ ആ ശരിയായ ഉത്തരത്തെ കാണിച്ചു കൊടുത്ത് ദിസ് ഇസ് സർക്കിൾ അല്ലെങ്കിൽ ലുക്ക് അറ്റ് സർക്കിൾ, ഇതാണ് സർക്കിൾ എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ സിറ്റുവേഷനിൽ നമ്മൾ കുട്ടികളെ റീഇൻഫോഴ്സ് ചെയ്യാതിരിക്കുക. ആൻഡ് സേ ലെറ്റ്സ് ട്രൈ അഗൈൻ അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യത്തെ വീണ്ടും ആവർത്തിക്കുക. ദിസ് ഇസ് ദ വേ വി ഹാവ് ടു കറക്റ്റ് ദം. അഞ്ചാമതായി ഇന്റർവെൽസ്. ഇതേ ചോദ്യത്തെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചോദിക്കുക. വളരെ ഷോർട്ട് ആയ ഒരു ഇന്റർവെൽ, ഫോർ എക്സാമ്പിൾ മേ ബി 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റിന്റെ ഒരു ഇന്റർവെൽ അല്ലെങ്കിൽ അതിലും ചെറിയൊരു ഇന്റർവെൽ കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതൊരു 3-4 പ്രാവശ്യം തുടരുക. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് കോൺസെപ്റ്റ്സ് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. എൻ്റെ വരും വീഡിയോയിൽ പ്രോംപ്റ്റിംഗിന്റെ പല രീതികളെ കുറിച്ച്, എങ്ങനെ നമുക്ക് പ്രോംപ്റ്റിംഗിനെ ഫേഡ് ചെയ്യാമെന്നതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. This is me Gayatri. See you in the next video.